ഇന്നത്തെ വീഡിയോ ഉദ്ഘാടനം നടക്കാൻ പോകുന്ന ട്രിവാൻഡ്രത്തെ ലുലു മാളിനെ കുറിച്ചാണ്. NH66 ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും 5 കിലോമീറ്റർ, അതായത് കേവലം 10 മിനിറ്റ് യാത്രയാണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നും ലുലു മാളിലേക്കുള്ളത്. ഈ പടവുകളുടെ ഉയർച്ച പോലെയായിരുന്നു MA യൂസഫ് അലിയുടെ ബിസിനസ് ജീവിതവും. 1955 നവംബർ 15 തൃശൂരിലെ നാട്ടികയിൽ പരേതനായ അബ്ദുൽ ഖാദർ മകനായ മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി അല്ലെങ്കിൽ MA യൂസഫ് അലിയുടെ ജനനം. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ലുലു മാളാണ് ട്രിവാൻഡ്രം ആക്കുളത്ത് ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഇതിന്റെ പണി ഏകദേശം 80% പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് ആക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ രാവും പകലും പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി മെട്രോയെയും ലുലു മാളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മേൽപ്പാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ ഈ മേൽപ്പാല നിർമ്മാണം. ലുലുവിന്റെ വരവോടുകൂടി ട്രിവാൻഡ്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. 2016 ഓഗസ്റ്റ് 20 തറക്കല്ലിട്ട ഈ പ്രോജക്റ്റ് 5 വർഷത്തോടടുക്കുമ്പോഴാണ് ഇതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. കഴക്കൂട്ടം കോവളം ബൈപ്പാസ് പാതയിലായിട്ടാണ് പുതിയ ലുലു മാൾ പ്രോജക്റ്റ്. മോളിനോടൊപ്പം തന്നെ പ്രാധാന്യമാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയ്ക്ക്. 2 ഏക്കറാണ് പാർക്കിങ്ങിനായി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. ഏകദേശം 3000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനാകും. ഇനി ഈ പ്രോജക്റ്റിന്റെ ഇൻവെസ്റ്റ്മെന്റിലേക്കാണ്. ലുലു ഗ്രൂപ്പ് ഈ പ്രോജക്റ്റിനായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് $280 മില്യൺ അഥവാ 2000 കോടി രൂപയാണ്. ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് UK ബേസ്ഡ് കമ്പനിയായ ഡിസൈൻ ഇന്റർനാഷണൽ എന്ന കമ്പനിയാണ്. മോളിനുള്ളിലെ കൗതുകം എന്തെന്നാൽ 3500 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഫുഡ് കോർട്ട്, 12 സ്ക്രീൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ, കോൺഫറൻസ് ഹാൾ എന്നിവയാണ്. ഈ കാണുന്നതാണ് ട്രിവാൻഡ്രം ലുലു മാളിന്റെ മെയിൻ എൻട്രൻസ് ഏരിയ. നാല് നിലകളിലായി 25 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു മാൾ ഒരുങ്ങുന്നത്. ഇതിൽ ഒരു അണ്ടർഗ്രൗണ്ടും ഉൾപ്പെടുന്നു. അതായത് കൊച്ചി ലുലു മാളിന്റെ 4 ഇരട്ടി വലിപ്പമാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് കോമ്പൗണ്ട് വാളിന്റെയും ഇന്റർലോക്കിന്റെയും പണികളാണ്. കൂടാതെ ഒരുപാട് കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ലുലു ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് ഇതിനോടകം തന്നെ.